എൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു വശമാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂവിന് മാത്രം ഞാൻ താല്പര്യപ്പെട്ടത്. വ്യക്തിപരമായിട്ട് എനിക്ക് എന്നെ തെറ്റി തന്നെ പറയുന്നത് എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബേസിലാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിത്തം കഴിഞ്ഞ് കോളേജിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഈ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല സ്വഭാവങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. ഒരു 16 തൊട്ട് 20 വരെയുള്ള പ്രായങ്ങളിൽ ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത്. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകെട്ട്, എല്ലാവരും കോളേജിൽ പോകുമ്പോൾ ദേ വിൽ ട്രൈ എവറിത്തിങ്. അങ്ങനെ പിള്ളേരെല്ലാം ഹൈസ്കൂള് കഴിയുമ്പോൾ തൊട്ട് കോളേജിലൊക്കെ പോകുന്ന സമയം ആകുമ്പോൾ പലതരം കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടുകൊണ്ട് പലതും ട്രൈ ചെയ്യും. അന്നത്തെ ഏറ്റവും വലിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിങ്, സിഗരറ്റ് വലിക്കുക. അല്ലെന്നൊരിക്കൽ വല്ലപ്പോഴും എങ്ങാനും ഏതെങ്കിലും ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പിള്ളേർ കൂട്ടുകാർക്ക് കൂടി എന്തെങ്കിലും അല്പം മദ്യം കള്ള് വാങ്ങിച്ച് കുടിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളായിട്ട് പിള്ളേർക്ക് സ്കൂൾ കോളേജ് പ്രായങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനപ്പുറമായിട്ട് പിള്ളേർക്കൊന്നും ചെയ്യാനില്ല. കാരണം അതിനുള്ള ചോയ്സ് നാട്ടിലെങ്ങും ഇല്ല. നാട്ടിലെ രീതി അനുസരിച്ച് നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മളൊരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയുകയോ ചെയ്ത് നമ്മൾക്കെല്ലാം നേർവഴിയിൽ പോകേണ്ടതായിട്ട് നമ്മുടെ സാഹചര്യം നമ്മളെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഈ സിഗരറ്റ് വലിയും കള്ളുകൂടിയും ഒക്കെ അങ്ങനെ ഒരു ടൈം പാസ് പോലെ അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കൂട്ടത്തിനൊക്കെ ഇത് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഗുണവും ദോഷമൊന്നും അതിനെപ്പറ്റി അന്ന് ചിന്തിച്ചില്ല. പ്രായത്തിൻ്റെ ഒരു അപക്വതയാണ് ഇതിൻ്റെയൊക്കെ കാരണം. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെങ്കിൽ ജീവിച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്മോക്കിങ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പോൾ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് എനിവേ ഞാൻ ഒരു 10, 50, 55 വയസ്സ് വരെ പുകവലി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടന്നു. അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ബോംബെയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ജോലിയുണ്ട്, കാശുണ്ട്, ബാച്ചിലറാണ്, കൂട്ടുകാരിഷ്ടം പോലെ ഉണ്ട്. നേവിയിൽക്കാരെ കൂടെ ജോലി ചെയ്യുന്ന നേവിക്കാരുണ്ട്. അവർക്കൊക്കെ ഈ കോട്ടായും സാധനങ്ങളും ഒക്കെ ആൽക്കഹോള് കിട്ടും. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കമ്പനി അടിച്ച് വല്ലപ്പോഴുമൊക്കെ വീക്കെൻഡൊക്കെ വരുമ്പം മൂവിക്ക് പോവുകയും ഓരോ സ്മോളൊക്കെ അടിക്കുന്നതൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ ബാച്ചലർ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അതൊന്നും വലിയ കുഴപ്പമായിട്ട് പോയില്ല. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഒരു രുചി നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമേരിക്ക വന്നതിന് ശേഷം ജീവിതത്തിൻ്റെ ഇവിടെ എല്ലാം ആൽക്കഹോള് സുലഭമാണ്. അത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു, ബിയറ് ഒക്കെ. പക്ഷെ അതൊക്കെ ഒരു കാഷ്വൽ യൂസായിട്ട് മാറി. അതൊന്നും ആ ഒരു പ്രശ്നമായിട്ട് ആർക്കും ഇല്ലായിരുന്നു. എന്നാൽ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രീ ടൈമുണ്ട്. പിന്നെ പേടിക്കാൻ ആരുമില്ല. ദർ ഇസ് നോ ബോസ്, നോ വൺ ടു ഫിയർ. പിന്നെ വി ഹാവ് മണി. അങ്ങനെ പല കാരണങ്ങളാൽ പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ഈ ആൽക്കഹോൾ ബിക്കെയിം മൈ പാർട്ട് ഓഫ് മൈ ഡെയിലി റുട്ടീൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി ഐ റിയലൈസ് ദാറ്റ് ഐ എം അഡിക്റ്റഡ് ടു ഇറ്റ്. അഡിക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ പലതരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടാൻ തുടങ്ങി. എന്നാൽ ഇത് നിർത്താമെന്ന് വിചാരിച്ചതിന് ശേഷം പല പരിശ്രമങ്ങളും ഞാൻ നടത്തിയപ്പോഴും ഒരിക്കലും ഇത് നിർത്താൻ പറ്റാത്ത വിധം ഞാനിതിന് അടിമയാണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും ഒക്കെ ഇത് വളരെ പ്രയാസം. അപ്പോൾ ഞാനിത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഭേദമാകുമെന്നുള്ള അഭിപ്രായത്തിൽ എൻ്റെ പള്ളിയുടെ ഇടവ വികാരി അച്ഛനും ഒക്കെ പറഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി. പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് പോയപ്പം നിർത്താനായിട്ട് സാധിച്ചു. 1-2 വർഷമൊക്കെ നിൽക്കും, പിന്നെയും തുടങ്ങും എന്തെങ്കിലും കാരണം പറഞ്ഞ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതൊരു
രോഗമാണെന്ന് എനിക്ക് അന്നേരം അറിയത്തില്ല. അതിപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും ശരി, പിന്നെയും ഇതിൻ്റെ ഏർജ് ഉണ്ടായിട്ട് വീണ്ടും ഇതിനടിമപ്പെട്ട് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അതുകൊണ്ട് ഇതെങ്ങനെ ഇതിനകത്ത് നിന്ന് മാറാം എന്ന് എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാൽ 2010-11 കാലയളവിൽ കംപ്ലീറ്റ് ആയിട്ട് പുകവലിയും മദ്യപാനവും ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആ കർത്താവുള്ള വിശ്വാസത്താൽ എനിക്ക് ഇന്ന് വരെയും കഴിഞ്ഞ ഏകദേശം 15 വർഷമായിട്ട് ഈ മദ്യപാനവും പുകവലിയും ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ആത്മസന്തോഷത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഈ വലിയൊരു വെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കുവാനായിട്ട് ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്ന അനേകം മദ്യപിക്കുന്ന ഫ്രണ്ട്സിനെ എനിക്കറിയാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനകത്തു നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണം എന്ന് താല്പര്യമുണ്ടെന്നൊരിക്കൽ മനസ്സുണ്ടെന്നൊരിക്കൽ സൗഖ്യമാകാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ പലരുടെയും ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് നല്ല ഉപദേശങ്ങളും എൻ്റെ അനുഭവങ്ങളും വെച്ച് പലരെയും സഹായിക്കുവാൻ തക്കവണ്ണം ഞാൻ 2019 കൂടി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് ഹ്യൂസ്റ്റണിൽ സ്റ്റാർട്ട് ചെയ്തു. അത് സൂമിൽ കൂടാണ്. അതിൻ്റെ കാരണം നമ്മുടെ 2019 കാലഘട്ടത്തിലാണ് ഈ രോഗം, അതിൻ്റെ പേര് നമ്മുടെ കോവിഡിൻ്റെ അനുഭവം കൊണ്ട് പുറത്തെങ്ങും മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് സൂമിൽ കൂടെ മീറ്റിങ്ങുകൾ ആരംഭിച്ചു. ഞങ്ങൾ 2, 3, 4 പേര് കൂടി ഞാൻ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത് 2019 ആരംഭിച്ചു. ഇന്ന് വരെയും അതെല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് 7 മുതൽ 8 വരെ സൂമിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടെ അനവധി ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അവർ ഈ മീറ്റിങ്ങിൽ വരികയും എൻ്റെ അനുഭവവും വരുന്നവരുടെ അനുഭവങ്ങളോട് ഞങ്ങൾ പങ്കുവെച്ച് നല്ലൊരു കൂട്ടായ്മയിൽ അനേകർക്ക് ഇതൊരു വെളിച്ചമായി മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും എന്ന് ഞങ്ങൾ അനുഭവം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതുകൊണ്ട് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈവൻ ഇന്ത്യയിൽ നിന്നും വരെ ചിലരൊക്കെ എൻ്റെ ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിച്ച് മദ്യപാനം കൂടാതെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹവും വലിയൊരു കൃപയുമായിട്ട് ഞാൻ കാണുന്നു. ഇതറിഞ്ഞിട്ട് ന്യൂയോർക്ക്, ഷിക്കാഗോ, ഡാലസ്, ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും പല സ്ഥലത്തു നിന്നും എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിക്കും. എൻ്റെ അനുഭവങ്ങളാണ് കൂടുതൽ പറയുന്നത്. കാരണം ഇതൊരു 2-3 കാര്യങ്ങൾ ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. മദ്യപിക്കുന്നവർക്ക് ആർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ല ഇതൊരു രോഗമാണെന്ന്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം മനുഷ്യന് ഇതിന് അടിമയാവുകയും പിന്നെ ഇത് കൂടാതെ ജീവിക്കാൻ വയ്യ എന്നൊരവസ്ഥയായി തീരുമ്പോൾ ഒരു ആൽക്കഹോളിക് അഡിക്റ്റ് ആയി പോവുകയാണ്. അതുകൊണ്ടാണ് സ്മോക്കിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്മോക്കിങ് നിർത്താനായിട്ട് വലിയ പാടാണ്. അതുപോലെ ഡ്രഗ് ഉപയോഗിക്കുന്നവർക്കും, ഭാഗ്യത്തിന് ഞാൻ ഡ്രഗ് ഉപയോഗിക്കാൻ പഠിക്കാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല.
പക്ഷെ ആൽക്കഹോള് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ആൽക്കഹോളിക്കായിപ്പോയി. അതുകൊണ്ട് ഓരോ അഡിക്ഷനിലും കഴിയുന്നവർക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വന്ന് അവരുടെ സാക്ഷ്യവും അനുഭവവും പറഞ്ഞ് പരസ്പരം ബലപ്പെടുത്തി വളരെ സന്തോഷമായിട്ട് അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10-70 കുടുംബങ്ങളുമായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഞാൻ നിരന്തരം കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും മിക്കവാറും ദിവസങ്ങളിൽ എല്ലാവരുമായിട്ടും ഫോണിൽ കൂടെയും സൂമിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സന്തോഷത്തോടെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മദ്യപാനത്തിന് അടിമയായിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെന്ന വരിയിൽ അവർക്ക് ഒരു സഹായമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടും, പിന്നെ ഇതൊരു അസുഖമായതുകൊണ്ട് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇൻഷുറൻസ് ഇത് കവർ ചെയ്യും. ഏതെങ്കിലും ആൾക്കാർ ഇതിനടിമയായിട്ടുണ്ടെന്നൊരിക്കൽ ഇതിന് ചികിത്സയില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ലഭിക്കാനായിട്ട് ഒത്തിരി റീഹാബ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തിൽ നിന്നും വിടുതൽ എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നൊരിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് മദ്യം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊരിക്കൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും റീഹാബിൽ സെൻറ്ററിൽ പോയി അതിന് വേണ്ടതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മദ്യപാനത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കും. മാറി നിൽക്കാൻ സാധിച്ചാൽ തന്നെ ഇതൊരു പ്രോഗ്രസീവ് ഡിസീസ് ആയതുകൊണ്ട് ദർ ഇസ് എ ടേം, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. അത് പിന്നെ മാറാനായിട്ട് പാടായതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ളൊരു സപ്പോർട്ട് ഗ്രൂപ്പാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഈസ് ദെയർ വേൾഡ് വൈഡ്. ലോകത്തിലെമ്പാടും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇതിൻ്റെ ബ്രാഞ്ച്. അമേരിക്കയിലാണെങ്കിൽ എല്ലാ മേജർ സിറ്റികളിലും മേജർ സ്ട്രീറ്റുകളിൽ പോലും ഇതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങുകളിൽ കൂടി പോയി മറ്റുള്ളവരുടെ അനുഭവം കേട്ടും സ്വന്തം അനുഭവം സാക്ഷ്യം പറഞ്ഞുമാണ് വർഷങ്ങളായിട്ട് അനേകർ ഈ മദ്യപാനത്തിൽ നിന്നും അഡിക്ഷനിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നത്. മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഈ മദ്യപാനം ഒരു പാപമാണെന്നോ ഒരു രോഗമാണെന്നോ ഉള്ള അറിവില്ല. രണ്ടാമത് ഇത് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭർത്താവോ എൻ്റെ മകനോ ആരെങ്കിലും കുടിക്കുന്നെന്ന് പറഞ്ഞ് അവർ സമൂഹത്തിൽ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു അവജ്ഞ ഒക്കെ നേരിടുമെന്ന് കണ്ട് അവരുടെ മാനത്തെ പ്രതി ഇത് പുറത്തു പറയത്തില്ല. അതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നവർ ആണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സങ്കടം അനുഭവിക്കുന്നത്. കുടിക്കുന്നവർക്ക് അവരുടെ സന്തോഷം, അവരുടെ നിർവൃതിയെല്ലാം അവർക്ക് ലഭിക്കും. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നത്. അവർക്ക് ആരോടും പറയാനും വയ്യ, പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് കൂടി അവരെ കളിയാക്കുകയും അവരുടെ കുടുംബത്തിൻ്റെ ഉള്ള മാനം കൂടെ പോവുകയും ചെയ്യുന്നതുകൊണ്ട് മിക്ക കുടുംബങ്ങളിലും ഇത് അമർച്ച ചെയ്ത് വെച്ചിരിക്കുകയാണ്, പുറത്ത് പറയാതെ. പിന്നെ ഇത് വർദ്ധിച്ചു വന്ന് പലതരം പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ആണ് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നത്. അങ്ങനെ പലരും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ താഴ്മയായിട്ടും സ്നേഹമായിട്ടും പറയും, ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് മിക്ക കുടുംബങ്ങൾക്കും ഇതൊരു പ്രശ്നമല്ല. ഒരു 90% ഓഫ് മലയാളീസ് ഡോണ്ട് ഹാവ് ദിസ് പ്രോബ്ലം. മേ ബി ഒരു 5-10% ആൾക്കാരിനകത്താണ് ഇത് ഒരു കലശലായ പ്രശ്നമായിട്ടുള്ളത്. തന്നെയല്ല, ഇതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരു അവയർനെസ്സും ഇല്ല. ഇതിനെപ്പറ്റി ചർച്ചുകളോ അല്ലെങ്കിൽ സാമൂഹ്യ സൊസൈറ്റികളൊന്നും ഇതിനെതിരായിട്ടോ ഇതിനെപ്പറ്റി ഒരു വാണിംഗ് കൊടുത്തോ ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല. കാരണം അമേരിക്കൻ ലൈഫിൽ ഈ ബിയർ, വൈന്, ആൽക്കഹോള് ഇതൊക്കെ ഒരു സോഷ്യൽ ലൂബ്രിക്കൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു പെക്കോ 2 പെക്കോ കുടിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മുടെ വിവാഹങ്ങൾക്കും മറ്റ് സോഷ്യൽ ഇടപാടുകൾക്കും എല്ലാം ആൽക്കഹോൾ ഈസ് എ പാർട്ടി തിങ്, മനുഷ്യനെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഉള്ളതാണ്. കാരണം ഈ ടെൻഷൻ പിടിച്ച ജോലിയുടെ ഇടയിൽ ഒരു വീക്കെൻഡ് കിട്ടുന്നുടനെ മനുഷ്യൻ സന്തോഷിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. കാരണം ഇഫ് ദേ കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ
ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വയ്യാതായി പോകുന്ന കുടുംബങ്ങളിലും വ്യക്തികൾക്കുമാണ് ഇത് ഏറ്റവും കൂടുതൽ ദോഷമുള്ളത്. അതിനേക്കാൾ ഉപരി സന്തോഷത്തിന് വേണം ആണെങ്കിലും ചില കുടുംബങ്ങളിലൊക്കെ ഇത് ഏറ്റവും മോശമായ ഒരു ഒരു ഉദാഹരണമാണ്, എക്സാമ്പിളായിട്ടാണ് ഓരോ ഭവനങ്ങളും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടു പഠിക്കും. ചെറിയ മനസ്സുകളെ, കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. പലർക്കും കുഴപ്പമില്ലാതെ പോകും. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ട്രക്കും അത് ഇതൊക്കെ പോകുമ്പോൾ ദേ വിൽ ഓൾ ട്രൈ ദീസ് തിങ്സ്. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഇതിനകത്തങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വലിച്ചൂരാനായിട്ട് വലിയ പാടാണ്. ഞാൻ പലരുടെയും അനുഭവങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് യങ്ങർ ഫാമിലീസ്, വളരെ ശ്രദ്ധയോടുകൂടി ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ല മാതൃകയായിട്ടിരിക്കാനായിട്ട് കുടുംബങ്ങളിൽ തന്നെ ഒരു നല്ല ട്രെയിനിങ് കിട്ടണം. നല്ല ആധ്യാത്മിക പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾ പലപ്പോഴും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരിവിടുത്തെ അമേരിക്കൻ സൊസൈറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ജനറേഷനുള്ളവർ നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൾച്ചറും ഒക്കെയാണ് നമ്മൾ പിള്ളേരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ there is a huge cultural gap between the generation. മക്കളും അപ്പനും പേരൻസുമായിട്ട് തമ്മിൽ വളരെയധികം ഗ്യാപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പുള്ളത് ഏജ് ഡിഫറൻസ്. there is a cultural gap and a generational gap. ഈ രണ്ട് ഗ്യാപ്പും കൂടെ ഉള്ളത് കൊണ്ട് ഇത് തമ്മിൽ ഒന്ന് റെക്കൺസൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. Even if you go to a counselor or a psychologist, if you go to an American psychologist, they counsel in an American way. If you go to an Indian, they counsel in an Indian way. ഉദാഹരണത്തിന് നമ്മുടെ കുടുംബജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായി ഹസ്ബൻഡും വൈഫും കൂടെ ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയിലെ സാഹിബിൻ്റെ കൗൺസിലിംഗ് അനുസരിച്ച് യുവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ്. അതുകൊണ്ട് യു സെപ്പറേറ്റ്, നിങ്ങൾ മാറി താമസിക്കണം. അപ്പോൾ നിന്റെ ജീവിതം സേഫ് ആയിരിക്കും. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും കൂടെ ഏതെങ്കിലും തരത്തിൽ കുടുംബജീവിതത്തിൽ പ്രശ്നമോ വഴക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കൻ കൗൺസിലിംഗ് അനുസരിച്ച് ദേ വുഡ് റാദർ ലുക്ക് ഫോർ ദ സേഫ്റ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. അതാണ് അമേരിക്കയിലെ പഠിപ്പീര്. നേരെ മറിച്ച് നമ്മുടെ അച്ഛന്മാരോ ഇന്ത്യയിലെ പാസ്റ്റർമാരോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം ഒന്നേ ഉള്ളൂ, ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്, എന്ത് വന്നാലും ശരി മരണത്തിലല്ലാതെ വിവാഹത്തിൽ നിന്നും വേർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ കൗൺസിലിംഗ് വെച്ച് അവരെങ്ങനെങ്കിലും ഇവരെ ഒട്ടിച്ചേർത്ത് നിർത്താനായിട്ട് നോക്കും. രണ്ടും രണ്ട് സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ ഭവനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പെന്ന് പറയുന്നത് ഓരോ കൗൺസിലിനും എടുക്കുന്ന രീതി അനുസരിച്ചാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന നല്ല കൗൺസിലേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഓർമ്മയിലിരിക്കണം. കാരണം അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും പ്രത്യേകം സംസ്കാരവും പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ജനറേഷൻ്റെ ഗ്യാപ്പും ഉണ്ട്. അത് മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ സുഗമമായിട്ട് പോകുമെന്നാണ് എൻ്റെ അറിവ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആൽക്കഹോളിക് അനോണിമസ് ആയിട്ടുള്ള പുരുഷന്മാരുടെ ഇടയിലെ മീറ്റിങ്ങിൽ മിക്കവാറും കുടുംബങ്ങളിലെ പേരൻസും വൈഫ്സും ഭാര്യമാരും ഈ മീറ്റിങ്ങിന് വരും. കാരണം ചിലരേ ഉള്ളൂ കുടിക്കാത്തവർ. അവർക്ക് കുടുംബത്തിലൊരു സമാധാനമില്ല. കുടുംബത്തിലെ പ്രശ്നം അവർക്ക് തന്നെ ടോളറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കൊക്കെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങിൽ വരുന്ന ലേഡീസ് തന്നെ പലരും പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ഒരു സൂം മീറ്റിംഗ് എല്ലാ വ്യാഴാഴ്ചയും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ മദ്യപാനവും ഡ്രഗ്സും മൂലം കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾ മാത്രം വരും. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും പ്രയാസങ്ങളും സന്തോഷവും ദുഃഖവും അവരെങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത്
ഒരു ആശ്വാസം അവർ കണ്ടെത്തുന്നുണ്ട്. ഈ മീറ്റിങ്ങിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുല്യ ദുഃഖിതരാണ്. ആ ദുഃഖത്തിൽ ഒരാളെക്കാൾ ശ്രേഷ്ഠമല്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിലും ദുഃഖത്തിലുമൊക്കെ ഈ ഭാരങ്ങളെ പങ്കിടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു മനസ്സമാധാനമുണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങുകൾക്ക് നല്ല കൗൺസിലേഴ്സിനെയും സ്പീക്കേഴ്സിനെയും ഒക്കെ കൊണ്ടുവന്ന് എല്ലാ ആഴ്ചയിലും ഈ സ്ത്രീകൾ തന്നെ ഈ മീറ്റിംഗ് നടത്തി വളരെയധികം സന്തോഷത്തിൽ അനേക കുടുംബങ്ങൾ പോകുന്നുണ്ട്. ചിലര് ഡിവേഴ്സ്ഡ് ആണ്, ചിലർ വിധവകളാണ്, ചിലര് പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്, ചിലർ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അങ്ങനെ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരിമാരുടെ നല്ലൊരു കൂട്ടായ്മ വളരെയധികം സമാധാനവും സന്തോഷവും വരുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ മദ്യപാനം മൂലമോ ഡ്രഗ്സ് മൂലമോ കഷ്ടതയിലായിരിക്കുന്ന കുടുംബങ്ങളോ ഭവനങ്ങളോ ഉണ്ടെന്ന് വരിക, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഞങ്ങളുടെ കൂട്ടായ്മയുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രതിവിധി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങളുടെ അറിവനുസരിച്ച് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. മദ്യപാനവും ഡ്രഗ് അഡിക്ഷനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അകത്തും അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അറിവനുസരിച്ചോളം കാലം ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ആയുസ് 70 അല്ലെങ്കിൽ 80 ഒക്കെ ആവുന്ന വേദവസ്തവം പറയുന്നത്. ഈ മദ്യപാനവും ഡ്രഗ്സും മൂലം ഒക്കെ ആയിരിക്കുന്നവർ ആയുസിന്റെ പകുതിയോളം പോലും ജീവിക്കുന്നില്ല. ജീവിതം പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പ് ആയുസിന്റെ മധ്യത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അനേകരുടെ അനുഭവങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഈസ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തും. നമ്മുടെ ഭാര്യമാരെയും മക്കളെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ എല്ലാം കണ്ണുനീരിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു മാരകമായ അസുഖമാണ് മദ്യപാനവും ഡ്രഗും അതുപോലെ അഡിക്ഷനും. അതിൽ നിന്ന് സമൂഹമായിട്ട് നിങ്ങളെ മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതൊരു വലിയ വിപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെ അറിയുന്നവർക്ക് ആർക്കെങ്കിലും ഈ പ്രയാസം അനുഭവിക്കുന്നവരിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ അവരോട് സ്നേഹബുദ്ധിയ ഉപദേശിച്ചു കൊടുക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇത് മദ്യപാന്മാർക്ക് ഉള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. ഐ നോ വാട്ട് ടു ഡു, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം എന്ന് പറഞ്ഞ് എല്ലാവരും ഇതിനെ തിരസ്കരിക്കും. കാരണം അതുപോലത്തെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ ആൽക്കഹോളിന് ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് വശങ്ങളൊന്നും കൂടുതൽ പറയാനായിട്ട് ഈ സമയം എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏതെങ്കിലും തരത്തിൽ അഡിക്ഷനിൽ കൂടെ പോകുന്നവർക്ക് സഹായം ലഭിക്കണം എന്നൊരിക്കൽ നിങ്ങൾ അവരെ വ്യക്തിപരമായിട്ട് കണ്ട് പേഴ്സണലായിട്ട് ഒരു ഉപദേശമായിട്ട് പറയല്ലാതെ കൂടുതൽ പറഞ്ഞ് അവരുടെ പ്രയാസം സമ്പാദിക്കാൻ ഇടയാകരുത്. സ്നേഹബുദ്ധിയാൽ ഉപദേശിച്ചാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. അതാണ് ആൽക്കഹോളിക്സ് അഡിക്ഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ മീറ്റിങ്ങുകൾ എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്ന് വരികിൽ എൻ്റെ നമ്പർ 713-779-3300. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് വിഷൻ 2020. അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ എല്ലാ ദിവസവും ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്കൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്യാം. ജസ്റ്റ് കോൺടാക്ട് മീ. ഐ വിൽ ആഡ് യു ടു ദി വിഷൻ 2020 ഗ്രൂപ്പ്. ദർ ഇസ് ഓൾസോ അനദർ ഗ്രൂപ്പ് കോൾഡ് വിമൻസ് ഗ്രൂപ്പ്. അതിനകത്തും കൂടെ ആഡ് ചെയ്യാം. ഈ 2 ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മദ്യപാനത്തിൽ കൂടെ വിഷമം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഒരു സമാധാനം, എന്ത് ചെയ്യണം, എന്ത് പ്രതിവിധി ചെയ്യാം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെ അവർക്കൊരു വെളിച്ചമായിട്ട് തീരാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ അഡിക്ഷനിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ നിങ്ങൾക്കറിയാമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ അവർക്ക്
അത് നിർത്തണം, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് മതിയായി എന്ന് പറയാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നൊരിക്കൽ ഞങ്ങളാൽ കഴിവതും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ഈ രൂപാന്തരം മൂലം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മസന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവരുടെ കുടുംബങ്ങളുമാണ്. കാരണം നാശത്തിൻ്റെ വക്കിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇടതന്നു. അതിൻ്റെ ഒരു നല്ല സാക്ഷിയായി അനേകരുടെ മുൻപാകെ ഈ വീഡിയോ സമർപ്പിച്ച് അനേകർക്ക് ദൈവം കൃപ നൽകി മദ്യപാനത്തിൽ നിന്നും അഡിക്ഷനിൽ നിന്നും മുക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ. ഈ അഭിമുഖം തന്നതിന് ഹ്യൂസ്റ്റൺ വോയിസ് താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ സജിയുടെ റിലീഫ് കോർണറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഒരു 2 മിനിറ്റ്. താങ്ക് യു. ഞാൻ ഈ കൗൺസിലിംഗ് വിഷൻ 20 സൂം മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒറ്റയ്ക്കാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മാർത്തോമ ചർച്ചിൽ പോകുന്ന ഒരു അലക്സാണ്ടർ ജേക്കബ് ഉണ്ട്. അദ്ദേഹം നാട്ടിൽ നിന്ന് ഇവിടെ ഇമിഗ്രേഷൻ കിട്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നതും അനേക വർഷത്തെ അനുഭവമുള്ള ആളുമാണ്. അതെ, ഡി അഡിക്ഷൻ സെൻറ്റർ ജോലി ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അലക്സാണ്ടറോട് ഞാൻ പറഞ്ഞ്, അലക്സാണ്ടർ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ബ്രദറിലോ-ആണ്. അതുകൊണ്ട് അദ്ദേഹത്തോടും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഇനിയിപ്പോൾ ലൈസൻസ് എടുത്തൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഇനി സ്കൂളിൽ പോകാനൊക്കെ സമയമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛാ എനിക്ക് വലിയ താല്പര്യമുണ്ട്, അച്ഛൻ എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാവുന്നുണ്ട്. പുള്ളിയുടെ വലിയൊരു പാഷനാണ് ഇതുപോലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ അലക്സാണ്ടർ ജേക്കബ് പുള്ളിയുടെ അനുഭവം വെച്ചുകൊണ്ട് എന്നോട് ജോയിൻ ചെയ്തു. അങ്ങനെ അലക്സാണ്ടർ ഞാനും കൂടെ കൂടി ആണ് ഈ മീറ്റിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ സജി മത്തായി അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നു, എനിക്കും ഇതിനകത്തൊന്ന് ചേർന്നാൽ കൊള്ളാവുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വേറൊന്നാണ്. അദ്ദേഹം സൈക്കോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഈ കാര്യത്തിലൊക്കെ പുള്ളിക്ക് താല്പര്യമുള്ളതുകൊണ്ട് പുള്ളി എന്നോട് ചേരാൻ താല്പര്യപ്പെട്ടു. അതനുസരിച്ച് അന്ന് തൊട്ട് ഒരു 2-3 വർഷമായിട്ട് അദ്ദേഹവും എൻ്റെ കൂടെ ചേർന്ന് ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. പുള്ളിയുടെ അറിവും ജ്ഞാനവും ഒക്കെ ഇതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പുള്ളിയോട് പലരും ഫോണിൽ കൂടെയും അല്ലാതെയൊക്കെ സംസാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊരു റിലീഫ് കോർണർ എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ലോകമെമ്പാടും ഇതൊരു വലിയൊരു മൂവ്മെൻ്റായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമുക്കിതിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പലരോടും പുള്ളി ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ അതിൻ്റേതായ നെഗറ്റീവ്സൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. അപ്പം അങ്ങനെ ഞാൻ പുള്ളിയോട് എൻകറേജ് ചെയ്ത് പുള്ളിയുടെ ആഗ്രഹം കൂടിയാണ് ഈ റിലീഫ് കോർണർ തുടങ്ങിയത്. അപ്പോൾ റിലീഫ് കോർണർ തുടങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ഇന്ന് റണ്ണിങ് ആയിട്ട് ഈ ആൽക്കഹോളിക് അനോണിമസ് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഒത്തിരി മെമ്പേഴ്സും ഉണ്ട്. പിന്നെ പുള്ളി ഇങ്ങനെ ഈ കൗൺസിലിംഗ് കൂടെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ രീതിയിൽ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് ടെക്സാസ് സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഇത് ഓടുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഗുണമെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വോളണ്ടിയറായിട്ട് സമയമുണ്ടെന്നൊരിക്കൽ അവരുടെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു ഫോറമാണിത്. അതനുസരിച്ച് ഞങ്ങൾ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് നോൺ പ്രോഫിറ്റ് ആയതുകൊണ്ടും ഇതിനകത്ത് ചേരുന്നവർക്കാർക്കും സാമ്പത്തികമായ ലാഭമോ നേട്ടമോ ഒന്നും കിട്ടത്തില്ല. കാരണം ഇതിനകത്ത് നിന്ന് ആരെയും പൈസ ഒന്നും ചാർജ് ചെയ്യത്തില്ല. ഇതിനകത്ത് വരുന്നവരെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നു, വോളണ്ടിയറായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ മീറ്റിംഗ് നടത്തുന്നു. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ഒന്നും ചോദിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ആരെങ്കിലും രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് അനേകർക്ക് ഒരു
സമാധാനം കിട്ടാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ ദൈവം തരുന്ന അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ധാരാളം. അതുകൊണ്ട് ഇത് പണത്തിന് വേണ്ടിയുള്ളവരൊന്നുമല്ല, ഇത് മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പാപം കൂടാതെ ജീവിച്ച് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരട്ടെ എന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് സജി മത്തായിയും ഞാനും കൂടെ ഇത് ചെയ്യുന്നത്. ഞങ്ങളോടൊപ്പം അലക്സാണ്ടറുണ്ട്. അലക്സാണ്ടർ ഈസ് എ വെരി ഗുഡ് ഹെൽപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ചോദ്യം സാറിനോടാണ്. എങ്ങനെയാണ് ആൾക്കാരെ ലഭിക്കുന്നത്? ഹൗ ഡു യു ഗെറ്റ് പീപ്പിൾ? ഞാനിത് അനേക വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് വേർഡ് ഓഫ് മൗത്ത് പരസ്പരം ഇങ്ങനെ പറഞ്ഞും കേട്ടുമാണ് കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്നത്. കൂടാതെ മിക്കവാറും ചർച്ചുകളിലെ അച്ഛന്മാർക്കും പാസ്റ്റേഴ്സിനും ഇതിനെപ്പറ്റി അറിയാം. അവർ റെക്കമെൻഡ് ചെയ്തും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഉള്ള അറിവ് മൂലം അനേകർ ഇത് അറിഞ്ഞു കേട്ട് എന്നെ വിളിക്കുകയും അവരോട് ഈ ഗ്രൂപ്പിൽ അംഗത്വം കൊടുത്ത് സംസാരിക്കാനും ഇടപെടാനും ഒക്കെയാണ് ആൾക്കാരെ കിട്ടുന്നത്. അത് സാറിന് അഭിമുഖീകരിക്കുന്ന പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രധാന തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർക്ക് പൊതുവെ ഈ ആൽക്കഹോളിസം എന്നത് ഒരസുഖം ആണെന്നുള്ളതായ ഒരു തിരിച്ചറിവില്ല. അതറിയാത്രത്തോളം കാലം ഇതിന് പ്രതിവിധി തേടാനായിട്ട് അവർ ശ്രമിക്കത്തില്ല. എൻ്റെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും മദ്യാസക്തി ഉള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതൊരു രോഗമാണെന്നുള്ളൊരു ബോധവൽക്കരണം നടത്തി അതിന് വേണ്ടതായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം അമേരിക്കയിൽ മെഡിക്കൽ സയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇതൊരു രോഗമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് കൊണ്ട് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ എല്ലാവർക്കും കിട്ടും. അത് നമുക്കെല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട് അമേരിക്കയിൽ. അത് അറിഞ്ഞുകൊണ്ട് എല്ലാവരും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കണമെന്ന് അറിയിക്കാൻ കൂടിയാണ് ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സേവനത്തിന് ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ചോദിച്ചു പ്രതിഫലം സാർ സ്വീകരിക്കാറുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് ഇവിടെ ലൈസൻസ്ഡ് ഉള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള വേതനങ്ങൾ ഇതിനകത്തുനിന്ന് ഫീസോ ഒക്കെ ചാർജ് ചെയ്യാനൊക്കെ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ അനുഗ്രഹവും സമ്പത്തുമായിട്ട് എനിക്ക് ദൈവം തന്നതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്നൊരിക്കൽ എനിക്കറിയാവുന്നതും എൻ്റെ അനുഭവം വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. താങ്ക് യു. ഇനിയും സിസ്റ്ററിനോടുള്ള ചോദ്യമാണ്. സിസ്റ്റർ, ഈ തോമസ് ഐപ്പ് സാർ ചെയ്യുന്ന ഒരു സേവനത്തെ പറ്റി സിസ്റ്ററിന് അറിയാമല്ലോ. സിസ്റ്റർ അത് എങ്ങനെയാണ് ആ പ്രവൃത്തിയെ നോക്കിക്കാണുന്നത്? സിസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? തോമസ് ഐപ്പ് സാർ ചെയ്യുന്നത് ഒരു ഇൻ്റർവെൻഷൻ തെറപ്പിയാണ്. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് രോഗമാണെങ്കിൽ പോലും അവനവൻ ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ രോഗത്തിനൊരു പ്രതിവിധിയോ ചികിത്സയോ തേടുകയില്ല. ഇനി ചികിത്സ തേടിയാൽ തന്നെയും അവൻ്റെ കുടുംബാംഗങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിന് ഒരു ഫോളോ അപ്പോ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ അകത്ത് പോകേണ്ട ആവശ്യകതയോ പറഞ്ഞു കൊടുക്കുകയില്ല. ആ കാരണത്താൽ ഇങ്ങനെ ഈ റിക്കവറിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ദൂതനായിട്ടാണ് ഞാൻ തോമസ് ഐപ്പിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും കാണുന്നത്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് കൂട്ടാളികളാണ് സപ്പോർട്ട് ചെയ്ത് ഇവരെ പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. തന്നെയല്ല, ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ ഭാര്യയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, ആ മക്കൾക്കുണ്ടാകുന്ന ഭാവിയുടെ തകർച്ച, അവരുടെ ജീവിതത്തിൽ ജനറേഷണൽ ഗ്യാപ്പ് തന്നെ ഉണ്ടാക്കുന്നു. ഇവർ വിവാഹത്തിന് പോലും ഒരുങ്ങുന്നില്ല, വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല, ജീവിതത്തെ വെറുക്കുന്നു, മാതാപിതാക്കളോടും കുടുംബത്തോടും അകൽച്ചയുണ്ടാക്കുന്നു. അവർ തന്നെ ചില മോഡലുകളാക്കി മറ്റഡിക്ഷനിലേക്ക് പോകുന്നു. ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ചികിത്സയോ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലെ കൗൺസിലിങ്ങോ മാത്രം പോരാ. സോഷ്യലി ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന, ബോധ്യങ്ങൾ ഉളവാക്കി കൊടുക്കുന്ന, ദൈനംദിനം ഇവരെ നർച്ചർ ചെയ്യുന്ന, ഇവരെ വളർത്തുന്ന, ഉൾക്കാഴ്ച കൊടുക്കുന്ന, ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. അത് ഞാൻ വലിയൊരു സംരംഭമായിട്ടാണ് കാണുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ മോട്ടിവേഷൻ എൻഹാൻസ്മെൻ്റാണ്. അതിൻ്റെ ഭാഗം തുടർന്നുകൊണ്ട് പോകുന്നതും
ആരംഭിക്കുന്നതും ഇവരിലാണ്. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അഡിക്ഷനുള്ള ആൾക്കാരുമായിട്ട് കാണാറുണ്ട്. എന്താണ് അവിടെയുള്ള ആൾക്കാരും ഇവിടെ ഉള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഓരോ രാജ്യത്തും അഡിക്ഷൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മദ്യപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കേരളത്തിൽ അതിനൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല. മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. ചില പാർട്ടികളിലെല്ലാം ധാരാളം സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ കിട്ടും. ചില ദിവസങ്ങൾ മാത്രമേ ഡ്രൈ ഡേയ്സ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. അതുപോലും ഓരോ ഗവൺമെൻറ് മാറി മാറി വരുമ്പോൾ മാറ്റുന്നുമുണ്ട്. എന്നാൽ ഈ രാജ്യത്ത് അങ്ങനെയല്ല. ഏത് സമയത്തും എവിടെയും വിളമ്പുന്നു, കുടിക്കുന്നു, സ്വാതന്ത്ര്യമുണ്ട്, പണമുണ്ട്, സൗകര്യമുണ്ട്. പിന്നെ കൂട്ടായ്മകളിൽ പലയിടത്തും ഫാമിലി ഗെറ്റ് ടുഗദറിലും ഫാമിലിയുടെ അനുവാദത്തോടു കൂടി തന്നെ പരസ്യമായിട്ട് വിളമ്പുന്നു, കുടിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് മനസാക്ഷിക്കൊരു ചോദ്യചിഹ്നം വരാനായിട്ട് ഉള്ള സാധ്യത കുറവാണ്. അഡിക്റ്റായി ഹെൽപ്ലെസ് ആകുമ്പോഴേക്കും എല്ലാവരും ആളെ തഴയും. അതിനു മുമ്പ് ആരും നിയന്ത്രിക്കുന്നില്ല, നിയന്ത്രിക്കാനൊട്ട് അവകാശവുമില്ല. അത്രമാത്രം ഫ്രീഡവും പണവും സൗകര്യവും ഈ രാജ്യത്തുണ്ട്. താങ്ക് യു സിസ്റ്റർ. ഈ അഡിക്ഷൻ അല്ലെങ്കിൽ മദ്യാസക്തി ഒരു രോഗമാണെന്ന് ജനങ്ങൾക്ക് അറിയാമോ? അതിനെ എങ്ങനെയാണ് ബോധവൽക്കരിക്കുന്നത്? ഞാൻ ആദ്യമേ പറയട്ടെ, 40 കൊല്ലം മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ ഇത് രോഗമാണെന്ന് ആരും സമ്മതിച്ചിരുന്നില്ല. ഒരു ക്യാരക്ടർ ഡിസോർഡർ, അല്ലെങ്കിൽ ഒരു തോന്നിവാസം, അല്ലെങ്കിൽ ഒരു അഹംഭാവം, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പുരുഷൻ്റെ ആധിപത്യം, ഇങ്ങനെയൊന്നും ഒത്തിരി വേർഡ്സാണ് നമ്മൾ മലയാളികൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കാണുമ്പോൾ ഇയാളോട് ഒരു സിമ്പതി, എമ്പതി മെഡിക്കൽ കരിയറിലുള്ളവർക്കും ഇല്ല, വീട്ടിലുള്ളവർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ജനങ്ങൾക്കറിയാം. കുറച്ച് മീഡിയ കേരളത്തിൽ ഒത്തിരി എഴുതാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, സംഭവങ്ങൾ എടുത്തു വെച്ചു. ഞാനും കുറേ പുസ്തകങ്ങൾ എഴുതി. ലഹരി എന്ന പേരിൽ മലയാളത്തിൽ തന്നെ എഴുതി. ഇത് സയൻറ്റിഫിക്കായിട്ട് തന്നെ ഡിസ്കവറി ചെയ്തിരിക്കുന്നു. ഇതൊരു രോഗമാണ്. ലോകാരോഗ്യ സംഘടന ഇതിനെ രോഗത്തിൻ്റെ ലിസ്റ്റിൻ്റെ അകത്ത് തോമസ് കുട്ടി പറഞ്ഞതുപോലെ ICD-10, പിന്നെ DSM-3, DSM-4 R അതിനകത്ത് ലോകാരോഗ്യ സംഘടന തന്നെ നിർവചനത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നു. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനും കൊണ്ടുവന്നു. ലോകം മുഴുവനിലും കൊണ്ടുവന്നു. ഇന്ത്യയിലെ തന്നെ സൈക്യാട്രിക് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വന്നു. എങ്കിലും പ്രൊഫഷണൽ മനുഷ്യർ മാത്രമേ ഇന്നും അസുഖമായിട്ട് കാണുന്നുള്ളൂ. കാരണം അവർ നോക്കുമ്പോൾ പനി വന്നാൽ ഒരാൾക്ക് വരുന്ന ക്ഷീണം, അല്ലെങ്കിൽ ക്ഷയം വന്നാലുള്ള ചുമ, ഇങ്ങനെയുള്ള ഒരു കാണപ്പെടുന്ന സിംറ്റം ഇല്ല. പക്ഷേ ഇതൊരു ബ്രെയിൻ ഡിസീസാണ്. ബ്രെയിനിൻ്റെ കെമിസ്ട്രിയിൽ ഒരു ഫങ്ഷനിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. ഈ ഡോപ്പമിൻ പ്ലഷർ പോയിൻ്റ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് അഡിക്റ്റീവ് പാത്വേ കൊണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ആകാംക്ഷയും ഉത്കണ്ഠയും വരുന്നു മദ്യം എടുത്തില്ലെങ്കിൽ. മദ്യം എടുക്കുന്നതിന് മുമ്പ് അതില്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുണ്ടായിരുന്നിരിക്കാം. അത് അതിൻ്റെ 4 ഇരട്ടിയോ 5 ഇരട്ടിയായിട്ട് കൂടി. അതുകൊണ്ട് തന്നെത്താനെ ഒരു തീരുമാനം എടുക്കാനോ, തീരുമാനം എടുത്താൽ തന്നെ അതിൽ പിടിച്ചു നിൽക്കാനോ പറ്റാത്ത ഒരവസ്ഥ ബ്രെയിനിനുണ്ട്. ഈ വ്യക്തി ഒരു പരിധിവരെ ഹെൽപ്ലെസ് ആണ് എന്ന് മനസ്സിലാക്കുന്നില്ല. സുഖക്കേടാരും വിളിച്ചു വരുത്തുന്നതല്ലല്ലോ. സാറിന് ഈ സിസ്റ്റർ പറഞ്ഞതിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അതായത് നാട്ടിലുള്ളവരും അമേരിക്കയിലുള്ളവരും സാറ് കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം. മദ്യപാനം ഏത് രാജ്യത്ത് കുടിച്ചാലും ശരി, കുടിക്കുന്നവർക്കെല്ലാം തലയ്ക്ക് പിടിക്കും. തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മദ്യം ഏത് രാജ്യത്ത് കുടിച്ചാലും ശരി, അതെല്ലാവരെയും ഒരുപോലെയാണ് തലച്ചോറിനെ ബാധിക്കുന്നത്. ഓരോ വ്യക്തികളുടെ ആരോഗ്യം അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് രാജ്യത്തായാലും ഇത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. താങ്ക് യു സാർ. സാറ് കണ്ടിട്ടുള്ള മദ്യാസക്തി ഉള്ളവരുടെ കുടുംബജീവിതം എങ്ങനെയാണ്, കുടുംബക്കാരെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
മദ്യം കുടിക്കുന്നവർക്ക് അത് കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. കാരണം ആസക്തിയുടെ അങ്ങേയറ്റം ആയിക്കഴിയുന്ന അവസ്ഥയിൽ അവർക്ക് മദ്യം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെങ്കിൽ അന്നേരം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അവരുടെ ജീവിത പങ്കാളികളാണ്. അവരാകുന്നത് ശ്രമിച്ചു നോക്കും ഏതെങ്കിലും തരത്തിൽ ഈ പ്രിയപ്പെട്ടവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട്. പക്ഷെ അവരുടെ കോപ്പറേഷനും അവരെ ഇത് കൺവിൻസ് ചെയ്യാനും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹത്തിലെ ആണുങ്ങളുടെ ആ ഒരു സ്വഭാവ രീതി, മേൽക്കോയ്മ ഒക്കെ ഉള്ളത് അവരെ പിന്തിരിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ്. മിക്ക കുടുംബങ്ങളിലും അനാരോഗ്യകരമായ ഒരു കുടുംബ പശ്ചാത്തലമാണ് ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്നത്. തന്നെയല്ല, അത് പുറത്ത് പറയാനായിട്ട് മനുഷ്യർ മടിക്കും. കാരണം കുടുംബത്തിൻ്റെ പ്രസ്റ്റീജ്, പിള്ളേരെ കല്യാണം കഴിപ്പിക്കണം, പിന്നെ മാനം, ഇതെല്ലാം ഓർത്തുകൊണ്ട് ഇത് എല്ലാം ഒതുക്കത്തിൽ ആരും അറിയാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എല്ലാം നിലയ്ക്കുമ്പോൾ പിന്നെ കൈയും കാലോട്ട് അടിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അന്നേരമാണ് എന്നെ പലരും വിളിക്കുന്നത്, എന്നാ ചെയ്യണം അങ്കിളെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അഡിക്ഷൻ ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കാനാണ് പ്രയാസം. എല്ലാവരുടെയും വിചാരം എനിക്ക് എപ്പോഴും നിർത്താം, പക്ഷെ അത് നടക്കത്തില്ല. കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഗീവ് മീ മോർ, അങ്ങനത്തെ ഒരു ആസക്തിയാണ് ഈ ബ്രെയിൻ മൂലം ബ്രെയിനിലുണ്ടായിരിക്കുന്നത്. താങ്ക് യു. സിസ്റ്റർ ജോണിന്റെ അനുഭവം എന്താണ്? ഇത് കുടുംബത്തിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനം? ഈ താമസൂട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഒരു മദ്യപാനം എന്ന് പറയുന്ന രോഗം ഒരു കുടുംബ രോഗം തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ പെരുമാറ്റ ശൈലികൾ മാറുമ്പോൾ കുടുംബത്തിൻ്റെ ആശയവിനിമയം, അതായത് ഇൻറ്റിമസി, ആഴത്തിലുള്ള സംഭാഷണം, ആരോഗ്യത്തോടെ ബോധത്തോടെ ഇരിക്കുന്ന പ്രസൻസിങ്, സാന്നിധ്യം ഇല്ലാതാകുന്നു. ഏറ്റവും മനുഷ്യനെ ബുദ്ധിജീവിയാക്കുന്നത് അവൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം പ്രയോജനമില്ലാതായി മാറുമ്പോൾ എങ്ങനെ ബന്ധം നിലനിൽക്കുന്നു? ബന്ധമില്ല. ആളാ വീട്ടിൽ എപ്പോഴോ വന്നു കയറുന്നു. ഇനി പണം ഉണ്ടെങ്കിൽ പണം എവിടെ നിന്നെങ്കിലും ബാങ്ക് വഴി എത്തുന്നു. മിക്കവാറും കടത്തേലാകും, ബിസിനസ് അല്ലെങ്കിൽ ജോലി തകരാറിലാകും. കൂടാതെ യാതൊരു വിധത്തിലും കുട്ടികൾക്ക് ഒരു മോഡലാകാൻ പറ്റാതെ വരും. അപ്പോൾ ഒരു അധ്വാനശീലം, ഒരു ടൈം ടേബിൾ, സെൽഫ് റെസ്പെക്റ്റ്, പ്രാർത്ഥനാ ജീവിതം, മൂല്യം, മതവിശ്വാസം പലതും നോക്കുമ്പോൾ എല്ലാം തന്നെ പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് മദ്യപൻ്റെ ജീവിതം പോകുന്നത്. ഈ മിക്കവാറും ഭാര്യമാർ ക്രോണിക് ഡിപ്രഷൻ്റെ അകത്തോട്ട് പോകും. മദ്യത്തോട് ചേർന്ന് നിന്നാണ് ആത്മഹത്യ ലോകം മുഴുവനിലും ഉണ്ടായിരിക്കുന്നത്. ആത്മഹത്യയുടെ ഒരു പ്രധാന ഘടകം ഡ്രഗ് ആൻഡ് ആൽക്കഹോളാണ്. ഈ മദ്യത്തിന്റെ ആസക്തി ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേഴ്സ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ആസക്തിയാണെന്ന്, അതിന്റെ ലക്ഷണങ്ങൾ? ഏതൊരാസക്തിക്കും സൈക്കോളജിക്കൽ കാരണങ്ങൾ കാണാം. സൈക്കോളജിക്കൽ കാരണങ്ങൾ കൊണ്ട് ആസക്തി മാത്രമല്ല, വേറെ എന്ത് തകരാറുകൾ വേണേൽ വരാം. പക്ഷേ ആസക്തി എന്ന് പറയുന്ന രോഗത്തിന് പ്രത്യേകത ഇതാണ്. ഇതിലേക്ക് പോയി കഴിയുമ്പോൾ മറ്റ് ഇൻട്രസ്റ്റുകളെല്ലാം തീർന്നു. ഫോക്കസ് മുഴുവൻ എപ്പോൾ കുടിക്കാം, ആരുടെ കൂടെ കുടിക്കാം, എപ്പോൾ കുടി സാധനം കിട്ടും, എന്തേരെ കുടിക്കാം, കുടിക്കാൻ പണം മാറ്റി വെക്കുക, അതിനുള്ള കണക്ഷൻസ് ഉണ്ടാക്കുക, അതിനായിട്ടുള്ള സാമൂഹിക ഇടപാടുകൾ നടത്തുക. അങ്ങനെ ഫോക്കസ് മുഴുവൻ, ഇമോഷണൽ എനർജി, ഇൻ്റലക്ച്വൽ എനർജി, എല്ലാ കണക്കുകൂട്ടലും ടൈമും മണിയും ഒരു വ്യക്തിയുടെ മുഴുവനും പൊസസ് ചെയ്യപ്പെടുകയാണ്, ഒരു പിശാചുബാധ പോലെ. ഇത് മാത്രമെന്നുള്ള ശ്രദ്ധയിലേക്ക് മാറുന്നതാണ് സൈക്കോളജിക്കലി ആസക്തി തുടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്, ഏത് കെമിക്കൽസും ഒരു പരിധിയിൽ കൂടുതൽ എടുത്തു കഴിയുമ്പോൾ ശരീരത്തിന് ചേരാത്തതായ ഈ കെമിക്കൽസ് ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. ഞരമ്പെന്ന് പറയുന്നത് തലച്ചോറിലാണ് കൂടുതലെങ്കിലും ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് തലച്ചോറ് അതിൻ്റെ എനർജി സ്വീകരിക്കുന്നത്. ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എത്ര ബുദ്ധിയും കഴിവുമുള്ള നല്ല മനുഷ്യർ അവരല്ലാതായി മാറുന്നു. പേഴ്സണാലിറ്റി ചേഞ്ച് വരുന്നു. മൂന്നാമത്,
ഇതിനകത്തെ ഈ കെമിക്കൽസ് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളായ വൃക്കകളും ലിവറും ഹാർട്ടും എല്ലാത്തിനെയും ബാധിക്കും. പിന്നെ എല്ലാ ഹോർമോൺസിൻ്റെയും തകരാറ്. പിന്നെ വളരെയധികം നമ്മളെ ബാധിക്കുന്നത് മെമ്മറി വളരെയധികം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ മുഴുവനും ഒരു സാമൂഹികമായും ഇടപെടുന്ന രീതികളിലെല്ലാം തകരാറുകൾ വരും. മറവി കൊണ്ട്, ബ്ലാക്ക് ഔട്ട് കൊണ്ട് പല ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കും. പിന്നെ സാമൂഹികമായി ഒറ്റപ്പെടും. അങ്ങനെ സോഷ്യലി, സ്പിരിച്വലി, ഇൻ്റലക്ച്വലി, ഫിസിക്കലി, ഇമോഷണലി ഒരാൾ ഏറ്റവും തകരുന്ന ഒരു ആസക്തിയാണ് ഈ മദ്യപാനം. സാർ അമേരിക്കയിൽ കാണുന്ന, അല്ലെ സാർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ആസക്തി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആസക്തി മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായില്ല. ആസക്തിയുടെ ലക്ഷണങ്ങൾ. ആസക്തിയുടെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് അമേരിക്ക, എൻ്റെ അടുത്ത് ഞാൻ പരിചയപ്പെടുന്ന മിക്കവാറും ആൾക്കാർ ഇത് കുടിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഇടകൊടുത്ത് ചെന്ന് ചാടിയിട്ട് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ലാതെ വരുമെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, ഇനി എന്തോ ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞ് ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നത് അറിഞ്ഞിട്ട് എന്നെ വിളിക്കുക, എന്നെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് ഇടപെടുന്നത്. അങ്ങനെയാണ് എല്ലാ വർഷവും എല്ലാ കേസസും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. അതായത് അതിന്റെ ഏറ്റവും എൻഡ് ഫേസിലാണ് സാറ് ചെയ്യുന്നത്. അതെ, മിക്കവാറും. അന്നേരം അവരുടെ ലൈഫ് എല്ലാം, ജോലി, ലൈഫ്, വായു, ആക്സിഡൻസ് എല്ലാം സംഭവിക്കും. മനുഷ്യർക്ക് മദ്യപാനം കൊണ്ട് നഷ്ടമേ മൊത്തം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നഷ്ടത്തിന്റെ ഒരു പട്ടിക തന്നെയാണ്. അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് രക്ഷ നേടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സാറ് ഇപ്പം കുറെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ ഇപ്പം ഓൺഗോയിങ് ആയിരിക്കും. ഇതെല്ലാം ഒരേ നേച്ചറാണോ? ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഒരു 60 ഫാമിലിയിലെങ്കിലും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് ഓരോ ഫാമിലിയുമായിട്ടും വ്യക്തികളുമായിട്ടും ഇടപെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കഷ്ടമെന്ന് പറയുന്നത് ഈ മദ്യപാനത്തിൻ്റെ ആസക്തി മൂലം കഷ്ടപ്പെടുന്ന ഒരു നല്ല ശതമാനം ആൾക്കാർ ആയുസെത്താതെ മരിച്ചു പോകുന്നു. എൻ്റെ കൂടെ തന്നെയുള്ളൊരു 4-5 പേര് ഈ ഭൂമിയിൽ ഇന്നിപ്പോഴില്ല. അവരെല്ലാം ഒരു 50-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. 50 താഴെയുള്ളവരുണ്ട്. കാരണം മരണം ഏത് സമയത്തും വരും. രോഗം വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സയില്ല, മരണമേ ഉള്ളൂ. അങ്ങനെ കഷ്ടത. പിന്നെ അതുകൂടാതെ ഈ രോഗം മൂലം അനുഭവിക്കുന്നതായ സാമ്പത്തികവും. പിന്നെ ഏറ്റവും കൂടുതൽ കഷ്ടമെന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ, ജീവിത പങ്കാളികൾ. പല കുടുംബങ്ങളിലും ഇതുകൊണ്ട് ഡിവോഴ്സും പിന്നെ മാറി താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ എല്ലാ വ്യാഴാഴ്ചയും കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. എൻ്റെ പോണം. എല്ലാ വ്യാഴാഴ്ച ഓരോ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആ മീറ്റിങ്ങിന് പലരും അമേരിക്കയുടെ പല സിറ്റികളിൽ നിന്നും സൂമിൽ കൂടെ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട് 8 മണിക്ക്. അത് പല ഫാമിലി കൗൺസിലേഴ്സും ലീഡേഴ്സും വന്ന് അതിന് ക്ലാസ് എടുക്കുകയും ഈ സ്ത്രീകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും സപ്പോർട്ട് ചെയ്തും ഒക്കെ അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെച്ച് പരസ്പരം ബലപ്പെടുത്തി വളരെ പ്രത്യാശയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. താനും സാറ് ഇതിനെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ എത്തിക്കാനുള്ള ഹെൽപ്പ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ഹ്യൂസ്റ്റണിൽ അറിയുന്നവർ അമേരിക്കയിൽ ഇവിടെ ഉണ്ടെങ്കിലും ശരി, അവിടുത്തെ എല്ലാ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടോക്സിക്കായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളതായ ഇത് കളയാനായിട്ട് ഡീറ്റോക്സ് എന്ന് പറഞ്ഞ രീതിയുണ്ട്. അങ്ങനെ ഡീറ്റോക്സ് ചെയ്യാനുള്ള ആ ഫെസിലിറ്റി കൊണ്ടുപോകും. അതുകൂടാതെ റീഹാബ് സെൻറ്റേഴ്സ് ഉണ്ട്. എൻ്റെ 3-4 സെൻറ്റേഴ്സുമായിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അവരെ പരിചയപ്പെടുത്തും, അവിടെ കൊണ്ടുപോയി സഹായിക്കും. എനിക്കറിയാവുന്ന രീതിയിൽ ഏത് രീതിയിലും ഞാൻ ഹെൽപ്പ് ചെയ്യും. സിസ്റ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു ഫേസിൽ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക്
അത് അമേരിക്കൻ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അമേരിക്കയിൽ തന്നെയാണ് ആരംഭിച്ചത്. അതിനു മുമ്പ് ആരും തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്തത് പ്രോപ്പറായിട്ടല്ല. സൈക്യാട്രിക് യൂണിറ്റിലിട്ട് മരുന്ന് കുത്തിവെച്ച് പിടിച്ചു കെട്ടി വയലൻസിന് ഉള്ള മരുന്ന് കൊടുക്കുന്ന ഒരു രീതിയേ ഉണ്ടായിരുന്നുള്ളൂ ലോകത്ത്. ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറ്റി പുതിയൊരു മെത്തഡോളജി അമേരിക്കയിലാണ് തുടങ്ങുന്നത്. 1936 ബിൽ ആൻഡ് ബോബ് എന്ന് പറയുന്ന ഒരു ഡോക്ടറും വ്യവസായിയും കൂടെ തുടങ്ങി വെച്ച ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതിൻ്റെ 12 പടികൾ ഇഗ്നേഷ്യൻ മെത്തേഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. ദൈവം മുമ്പാകെ തൻ്റെ പവർലെസ്നെസ് സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു മാനസാന്തരത്തിലേക്ക് വരുന്ന ആത്മീയ പാതയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് മിനസോട്ട എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ് ഹെയ്സൽഡൺ മോഡൽ. ആ മോഡൽ വന്ന് പഠിച്ചെടുത്ത് അത് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഞാനായിട്ടാണ്. അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. മരുന്ന് കൊണ്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ഒറ്റപ്പെടുത്തിയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇവരെ സൈക്യാട്രിക് യൂണിറ്റിലിട്ട് ബന്ധസ്ഥരാക്കിയിട്ട് അവൈലബിലിറ്റി ഇല്ലാതെ ട്രീറ്റ് ചെയ്യുകയല്ല വേണ്ടിയത്. ഇവരെ കൊണ്ട് തന്നെ ഇവരുടെ നിസ്സഹായതയെ ഏറ്റുപറയാൻ പഠിപ്പിക്കുന്ന, അങ്ങനെ ഒരു മാനസിക ആധ്യാത്മിക കുടുംബസഹിതമുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മാനസിക രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ കുത്തിവെക്കുകയായിരുന്നു. പിന്നെ ഡീറ്റോക്സ് ചെയ്ത് ഇതിൻ്റെ ഇത് എടുത്തു കളയും. അല്ലാണ്ട് ഒന്നും ചെയ്തിരുന്നില്ല. അത് വലിയൊരു കഷ്ടമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി. സിസ്റ്ററിനോട് ഒരു ചോദ്യം കൂടെ ഉള്ളതേ, ഈ ആസക്തിയുമായിട്ട് മല്ലിടുന്ന അമേരിക്കൻ മലയാളികളോട് സിസ്റ്ററിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ അവരെ പാലിക്കേണ്ട എന്തെങ്കിലും? നമ്മൾ മലയാളികളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ദുരഭിമാനം തലയിൽ വെക്കരുത്. ഏതൊരു അസുഖവും നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. ഒരു പരിധിവരെ ജനറ്റിക് ഡിസ്പൊസിഷനുണ്ട്, ഇമോഷണൽ ഡിസ്പൊസിഷനുണ്ട്, പിന്നെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവനവൻ്റെ പരിമിതികളും ബ്രോക്കൺനെസ്സും അംഗീകരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടെ വേണം. ഒരു കൂട്ടായ്മയിൽ പോയി ചെയ്യുക, ഒന്ന് മുട്ടുകയാണെങ്കിൽ അത് തുറന്നു കിട്ടും. അവരുടെ സപ്പോർട്ടോടുകൂടി നമ്മുടെ നാണക്കേടും നമ്മുടെ കുറ്റബോധവും, അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധമുണ്ട്, കാരണം കുടിക്കുന്നയാൾ കുടി തുടരാനായിട്ട് പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ പറഞ്ഞാൽ കേൾക്കുന്നില്ല, നീ കനട്ടുന്നു, നീ അധികാരം ചമക്കുന്നു, നിൻ്റെ പട്ടിയാകാനോ വേലക്കാരനാകാനോ എന്നെ കിട്ടുകയല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നത്. അപ്പം ഭാര്യമാർക്കും കുറ്റബോധമാണ്, ഭയമാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ കുറ്റപ്പെടുത്തും, ഭർത്താവ് കുറ്റപ്പെടുത്തും, നാട്ടുകാർ കുറ്റപ്പെടുത്തും. ഇങ്ങനെയുള്ള ഭയം, കുറ്റബോധം, നാണക്കേട് മാറ്റണമെങ്കിൽ ഒരു കൂട്ടായ്മയെ പോയി മുട്ടി അവരുടെ ഹെൽപ്പോട് കൂടി കഴിയുന്നത് നേരത്തെ ആളെ ട്രീറ്റ്മെൻറ്റിലേക്ക് കയറ്റുക. ആയുഷ്കാല പ്രോസസ്സാണ് റിക്കവറി. ഏതൊരു തഴക്കദോഷവും എന്നും തിരിച്ചു വരും. ഈ അസുഖം ഒരിക്കൽ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ തലച്ചോറിന് ആ ടെൻഡൻസി ചിന്തയിലും ഭാവനയിലും കെമിക്കലിലും ഉണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ സഹായത്തോടെ കൊണ്ടുപോകണം എന്നുള്ള ബോധവൽക്കരണം ഇങ്ങനെയുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്കിനെ പറ്റുള്ളൂ. പ്രൊഫഷണലി എനിക്ക് തോന്നുന്നില്ല അത് സാധാരണക്കാരുടെ ഇടയിൽ എത്തുകയില്ല. അതുകൊണ്ട് പള്ളികളാണെങ്കിലും പിന്നെ മറ്റ് വോളണ്ടറി വർക്കേഴ്സാണെങ്കിലും ഇങ്ങനെ ഉള്ള കുടുംബങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യാനും ഒരു സഹായം കൊടുക്കണം. ഇത് വാട്സപ്പ് ഗ്രൂപ്പാണ്, പക്ഷേ നന്നായിട്ട് ഇവർ പങ്കുവയ്ക്കുമ്പോൾ ഒരാളുടെ മോഡൽ മറ്റൊരാൾക്ക് പ്രചോദനമാകുന്നുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, അവരിത്രയും സമയം കൊടുത്ത് തൻ്റെ റിക്കവറിക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ എനിക്കും എൻ്റെ ആയുസ്സിന് പ്രാധാന്യം കൊടുക്കണം, എൻ്റെ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ബോധ്യം വരും. കുടുംബാംഗങ്ങൾക്ക് ഒരു ബലം കിട്ടും. എനിക്കതാണ് പറയാനുള്ളത്. ഐപ്പു സാറിന് ഇതിലുള്ള ഒരു പോയിന്റ് എന്താണ്? സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയിൽ കൂടെയാണ് സൗഖ്യം കിട്ടുന്നത്. ദർ ഈസ് ഹീലിംഗ് ഇൻ ഫെലോഷിപ്പ്. അപ്പം ഞാൻ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിക്സിൻ്റെ അവരുടെ ഫാമിലിയുടെയും പെണ്ണുങ്ങളുടെയും പ്രത്യേകിച്ചും ആയിട്ടുള്ള 2 കൂട്ടായ്മകൾ എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്.
ഈ വരുന്നവർക്കെല്ലാവർക്കും വളരെ എഫക്റ്റീവായിട്ടും ജീവിതത്തിൽ സന്തോഷവും കുടുംബജീവിതവും തിരിച്ചു കിട്ടുകയും പലർക്കും ഈ ആസക്തിയിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കുന്നുണ്ട്. പലരും പരിപൂർണമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്, പലരും സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷേങ്കിൽ കുടുംബത്തിലെ പല സ്ത്രീകൾക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട്. ചിലർക്ക് വരാൻ മടിയാണെങ്കിൽ തന്നെ അവരെന്നോട് വ്യക്തിപരമായിട്ട് വിളിച്ച് സംസാരിക്കുകയും എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒത്തിരി പ്രയോജനം അനേകർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. കാരണം എന്നെ പോലെ ഒരാളിന് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നവരിൽ ഏത് മദ്യപാനിക്കും മാറാമെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ അനുഭവം തന്നെ ഒരു ഗുരു എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരോടും കോണ്ടാക്ട് ചെയ്യുന്നതും പറഞ്ഞ് മനസ്സിലാക്കുന്നതും. ഞാൻ ഈ സിസ്റ്ററിൻ്റെ റീഹാബ് സെൻറ്റർ കോട്ടയത്ത് ബാക്ക് ഇൻ 2007 ഞാൻ അവിടെ പോയി താമസിച്ചതാണ്. വളരെ നല്ല ഒരു റീഹാബ് സെൻ്ററാണ് സിസ്റ്റർ കോട്ടയത്ത് നടത്തുന്നത്. അതിൻ്റെ കൂടെ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഫൈനലായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ ഈ ഹ്യൂസ്റ്റണിലോ അമേരിക്കയുടെ ഏതെങ്കിലും ഭാഗത്തോ ഈ ക്ലിപ്പ് കേൾക്കുന്നവർക്ക് നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും മദ്യാസക്തി കൊണ്ട് കഷ്ടപ്പെടുകയോ ദുഃഖത്തിലാകുകയോ ഉണ്ടെങ്കിൽ അവർക്ക് റിക്കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നൊരിക്കൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സഹായവും പിന്തുണയും അവർക്ക് കിട്ടും. എനിക്ക് ഒരു പൈസയും വേണ്ട. ആരുടെയെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ അത് കിട്ടുന്നതായ ആ ഒരു പ്രതിഫലം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടാതെ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്നൊരിക്കൽ ഒരു ആവറേജ് ഒരു $20,000 ഒരു മാസമുള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഒരു മാസം. എന്നാൽ ഈ സെയിം ട്രീറ്റ്മെൻറ്റ് കോട്ടയത്ത് നമ്മുടെ ഈ സിസ്റ്ററൊക്കെ നടത്തുന്ന സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപയ്ക്ക് റുപ്പീസ് കൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് നടന്നു കിട്ടും. അതെ, അത് ഇപ്പം നാട്ടിലെ റേറ്റ് അനുസരിച്ച്. പിന്നെ അമേരിക്കയിൽ നിന്ന് ചെല്ലുന്നവർക്ക് സുഖ സൗകര്യങ്ങൾ കൂടുതൽ വേണമെന്നൊരിൽ അതിന് തന്നെ എയർ കണ്ടീഷൻ റൂംസ് പ്രത്യേകം തിരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഇച്ചിരി ഫീസ് കൂടുതലായിരിക്കും, കാരണം നാട്ടിലെ ചിലവല്ലേ. അതുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പോകാൻ സാധ്യമല്ലാത്തതോ ഇൻഷുറൻസ് ഇല്ലാത്തവരോ ഉണ്ടെന്നൊരിക്കൽ നാട്ടിൽ സിസ്റ്ററുടെ ഈ സ്ഥാപനത്തിൽ പോയാൽ നല്ല കെയറും ട്രീറ്റ്മെൻറ്റും കിട്ടും. അതെൻ്റെ അനുഭവം കൂടെയാണ്. ഓവർ ടു സിസ്റ്ററിന്റെ ഒരു പ്രസ്ഥാനം നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ അമേരിക്കയിൽ നിന്നുള്ളവർ വരാറുണ്ടോ? ഉണ്ട്. അമേരിക്കയിൽ നിന്ന് തോമസുകുട്ടി പറഞ്ഞു വിട്ടതും അല്ലാതെയും വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇപ്പം ഈ തോമസുകുട്ടി പറഞ്ഞ പോലെ അവർക്ക് സാധാരണ മുറിയൊന്നും പോരാ. അതുകൊണ്ട് AC മുറി ഞാൻ ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ ഇരട്ടിയാകും. അപ്പം അത് അത്രേ ഉള്ളൂ. എന്നാലും അത് കൂടുതൽ വരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. UK നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു $500 കൊണ്ട് അല്ലെങ്കിൽ ഒരു $1,000 മാക്സിമം നമ്മുടെ യാത്രയുടെ ഈ ഇതിൽ നിന്ന് ഒരു തവണ മുക്തിയായി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഒരു 60% പേരെ പിടിച്ചു നിൽക്കുന്നുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഒരു ആയുഷ്കാല ക്രേവിങ് ഇത് തലച്ചോറിൽ വന്നിട്ടുണ്ട്. പിന്നെ വളരെ സെൻസിറ്റീവാണ് ഇവരുടെ ബ്രെയിന്. ഈ ഇങ്ങനെ കെമിക്കൽസ് എടുത്തത് കൊണ്ട് തന്നെ ഡോപ്പമിന് ഒത്തിരി വേരിയേഷൻ വരുന്നൊരു കെമിക്കൽ സിസ്റ്റം തലച്ചോറി മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫാമിലിയുടെ സപ്പോർട്ടും റിക്കവറിയുടെ ഒരു ഗ്രൂപ്പ് സപ്പോർട്ടും വേണം. അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പോകാത്തവരാണ് റിലാപ്സ് ചെയ്യുന്നത്. സാറ് എത്ര % ആൾക്കാരെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് സിസ്റ്ററിലോട്ട്? അങ്ങനെ എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഞാൻ ഈ വരുന്നവരോടെല്ലാം പറയും, എങ്ങനെയെങ്കിലും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ. കാരണം സ്വന്തം ബുദ്ധി കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ വരുന്നവരോടെല്ലാം പറയും, ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാനിവിടെ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വരികയെന്നൊരിക്കൽ ഇന്ത്യയിൽ പോ, കേരളത്തിൽ പോ, നമ്മുടെ മലയാളം ഫുഡും കിട്ടും, മലയാളം കൾച്ചറുമാണ്, പിന്നെ അവിടുത്തെ രീതികൾ നമുക്ക് ചേർന്നതാണ്. അതുകൊണ്ട് ആരെല്ലാം ഞാൻ സംസാരിക്കുന്നവരോടെല്ലാം നാട്ടിലെ സൗകര്യങ്ങളും ഇവിടുത്തെ സൗകര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മൈഗ്രേറ്റഡ് ആയതുകൊണ്ട് പല ജാതിയിലുള്ളവരുണ്ട്, പല വ്യവസ്ഥയിലുള്ളവരുണ്ട്. ഈ ഒരു അഡിക്ഷനിൽ എല്ലാവരും ഒരുപോലാണോ, അതോ ഏതെങ്കിലും മതത്തിന് അത് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? മദ്യാസക്തി മനുഷ്യർക്ക് എല്ലാവർക്കും മതത്തിന് യാതൊരു ബന്ധവുമില്ല. അതിനകത്ത് ക്രേവിങ് കൂടിക്കഴിഞ്ഞാൽ ഉപയോഗം കൊണ്ടാണ് ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്.
അതാര് കുടിച്ചാലും അതിൻ്റെ അഡിക്ഷനായി തീർന്നു കഴിഞ്ഞാൽ അതിന് ജാതിയും മതവും പ്രായവും ഒന്നും ഒരു വ്യത്യാസമില്ല. സാറിനെ എല്ലാ രീതിയിലുള്ള ആൾക്കാരും കോണ്ടാക്ട് ചെയ്യാം. എല്ലാവരും ഉണ്ട്. ഇതിൽ ജെൻസെന്നോ ലേഡീസെന്നോ? ലേഡീസ് വളരെ കുറവ്. നമ്മുടെ മലയാളി ലേഡീസ് ആരും തന്നെ ഇല്ല എൻ്റെ കൂട്ടത്തിൽ. ആണുങ്ങൾ കുടിക്കുന്നു, പെണ്ണുങ്ങളെ സഹിക്കുന്നു. അനുഭവം എന്താണ് ഈ ഒരു കാര്യത്തിൽ? ജാതിയുടെ എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടോ? ജാതിക്കകത്ത് മതപരമായിട്ട് ഇസ്ലാമിലാണ് ഇപ്പൊ കുറവ് കണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അധികം പേര് ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ കാണുന്നില്ല. കുടിക്കുന്നുണ്ടോയെന്നറിയത്തില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു ഇച്ചിരി വ്യത്യസ്തരായതുകൊണ്ട് നമുക്ക് അറിയത്തുമില്ല. പിന്നെ അല്ലാത്തവരെല്ലാം ഒരുപോലെ തന്നെ ഉണ്ട്. എല്ലാ കാറ്റഗറിയും കിടപ്പുണ്ട് എപ്പോഴും. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് കുടിക്കാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട്, എന്നാലും ഇപ്പൊ കേരളത്തിൽ കുറെ പേരുണ്ട് കേട്ടോ, അധികം ഇല്ലേലും ഉണ്ട്. ഈ മദ്യം അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പം മദ്യമല്ല, ചെറുപ്പക്കാർ വരുന്നവരെല്ലാം MDMA എടുക്കുന്നത്. MDMA അഡിക്ഷൻ കേരളത്തിലുണ്ട്. പിന്നെ അത് ഇന്ത്യയിൽ എവിടെയോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് വേറെ എവിടെ നിന്നോ വരുന്നതായിരിക്കാം, അതുണ്ട്. പിന്നെ സിഗരറ്റ് അതും ഇപ്പോൾ ഒത്തിരിയുണ്ട്. ഇതൊന്നും ലീഗലി അനുവദിച്ചിട്ടില്ല എങ്കിലും ആമസോൺ വഴി ഇതിലെയൊക്കെ വരുത്തുന്നുണ്ട്. ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നവരുമുണ്ട്, ആണും പെണ്ണും ഉണ്ട്. നമ്മുടെ അമേരിക്കയിലുള്ള ജനതകളുടെ പോപ്പുലേഷനിലെ ഈ മദ്യം അല്ലാതെ വേറെ എന്തെങ്കിലും? യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലൊക്കെ ഒത്തിരിയും ഡ്രഗ്സും അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. യങ്സ്റ്റേഴ്സിനുണ്ട്. യങ്സ്റ്റേഴ്സിന് വരുന്ന വിധത്തിൽ പറയും ഈ അഡിക്ഷൻ ഏതാണെങ്കിലും ഒരു അസുഖമാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ മിക്കവാറും ഒക്കെ ഒന്ന് തന്നെയാണ്. അവരെയും ഞാനും ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാർ, ഈ അഡിക്ഷൻ്റെ ഹെൽപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും സൊസൈറ്റിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും അതർ സർവീസുകളുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. സിസ്റ്റർ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതില് അഡിക്ഷൻ മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും അഡിക്ഷൻ മാത്രമല്ല, ഇപ്പോൾ സൂയിസൈഡ് കേരളത്തിൽ കൂടിയത് കൊണ്ട് ഡയറക്റ്റ്ലി മെൻ്റൽ ഹെൽത്തിലോട്ടും കൂടെ പോകുന്നുണ്ട്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ. അതിനൊരു കാരണം കേരളത്തിൽ ഒത്തിരി സാഹചര്യങ്ങൾ കുറവുന്നു. അത് മാത്രമല്ല, ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോബില്ലാതെ വരുന്നു. പിന്നെ ഹൈ കോമ്പറ്റീഷനാണ് കേരളത്തിൽ. ആ കോമ്പറ്റീഷൻ മനസ്ഥിതി കേരളത്തിലെ കൾച്ചറിൽ വല്ലാണ്ട് കൂടിപ്പോയി, പണ്ടുള്ളതുപോലെ അല്ല. ആ കോമ്പറ്റീഷൻ കൾച്ചറിൻ്റെ അകത്ത് ഒത്തിരി യുവജനങ്ങൾക്ക് അപകർഷതാബോധവും ശൂന്യതാബോധവും പരാജയബോധവും ഒക്കെ വന്നിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഫീൽഡും കൂടെ ഉണ്ട്. എന്തെങ്കിലും അഡീഷണൽ കമന്റ് ഈ ഒരു വിസിറ്റിൽ സിസ്റ്ററിന് പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, തോമസ് കുട്ടി തുടങ്ങി വെച്ചിരിക്കുന്നതിനകത്തെ കൂട്ടായ്മകൾ പോലെയുള്ളത് ലോക്കലി എല്ലാവരും തുടങ്ങുകയാണെങ്കിൽ ഈ ഓൺലൈൻ മാത്രമല്ലാണ്ട് അവർക്ക് കുറച്ചുകൂടെ ഡയറക്റ്റ് സപ്പോർട്ട് കിട്ടിയേനെ. കാരണം ഒരാളെ ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണമെങ്കിൽ മിക്കവാറും ഭാര്യമാർക്ക് തന്നെയോ വീട്ടുകാർക്ക് തന്നെയോ പറ്റത്തില്ല. കേരളത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഇടവകളിൽ നിന്നോ അയൽവക്കത്ത് നിന്നോ ചാർച്ചക്കാരിൽ നിന്നോ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ കൂട്ടായ്മകളില്ലെങ്കിൽ ഈ സമൂഹത്തിൽ വന്നവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം, കുടുംബം, അത് തകരുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ചലഞ്ചാണ് ഇന്നിവിടെ. അത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇവിടെ ഹ്യൂസ്റ്റണിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ തന്നെ പല അച്ഛന്മാരും പാസ്റ്റേഴ്സും അവർക്കറിയാവുന്ന പ്രശ്നങ്ങളുള്ളവരെ എൻ്റെ അടുത്ത് റെഫർ ചെയ്യാറുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാറും എനിക്കറിയാവുന്ന മാർഗങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പലരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതൊരു വേർഡ് ഓഫ് മൗത്ത് ആണ് കൂടുതലും ഇതിന് പബ്ലിസിറ്റി ഉള്ളത്. ആരായാലും എങ്ങനെ ആയാലും ഇതൊരു അഡിക്ഷൻ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നേടിയിരിക്കണം, എന്നാൽ മാത്രമേ അതിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ ഫോൺ നമ്പർ 713-779-3300. എപ്പോൾ വിളിച്ചാലും ഞാൻ എടുക്കാം, അല്ലെന്നൊരു മെസ്സേജ് വിട്ടാൽ മതി. ഐ വിൽ കോൾ ദം ബാക്ക്. കാരണം ആരെങ്കിലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടെന്നൊരിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താല്പര്യമായിട്ട് ഇത് ചെയ്യുന്നത്. സാറിന് ഹ്യൂസ്റ്റണിൽ നിന്നും ടെക്സാസിൽ നിന്നും അല്ലാതെ വേറെ
ഹ്യൂസ്റ്റൺ, ഷിക്കാഗോ, ഡാലസ്, ഫ്ലോറിഡ, ന്യൂയോർക്ക്. ന്യൂയോർക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് എന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. സിസ്റ്റർ സിസ്റ്റർ ഈ ഒരു യാത്രയിൽ എവിടൊക്കെയാണ് പോകുന്നത്, എവിടൊക്കെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ഞാൻ ഫിലഡൽഫിയയിൽ തങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഹ്യൂസ്റ്റൺ, ഇനി ഷിക്കാഗോ, തിരിച്ച് ന്യൂയോർക്കിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ എല്ലാം കുടുംബങ്ങളെ കൗൺസിലിംഗ് വഴി സഹായിക്കാൻ പറ്റി. അധികവും തോമസ് കുട്ടി വഴിയുള്ള കോണ്ടാക്റ്റ് കൊണ്ട് മോർ ദാൻ എ ഡസൻ പീപ്പിൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഈ ഇന്നത്തെ മീറ്റിങ്ങിന്റെ കൺക്ലൂഷൻ? നാട്ടിൽ വരുമ്പോൾ സിസ്റ്ററെ പോയി കാണാം. ഇവിടെ ആവശ്യക്കാർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്താൽ തോമസ് കുട്ടി കണക്ട് ചെയ്ത് തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.